സിലബസിലേക്കാണ് നമ്മൾ പോകുന്നത്. സിലബസ് ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ പരീക്ഷകൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന സിലബസ് തന്നെയാണ്. ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കല, കായികം, സാഹിത്യം, സംസ്കാരം, ഇതൊക്കെ തന്നെയാണ് യൂഷ്വൽ ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്നത്. പൊതുവിജ്ഞാനം, അതായത് ചരിത്രം 5 മാർക്കിനുണ്ടാവും. അതുപോലെ ഇന്ത്യ, രാഷ്ട്രീയ ചരിത്രം, അതുപോലെ ലോകം, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, അങ്ങനെ 3ആയിട്ട് ചരിത്രം നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെയുള്ളത് ഭൂമിശാസ്ത്രം 5 മാർക്കാണ്. അതും 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. കേരളം, ഇന്ത്യ, അതുപോലെ തന്നെ വേൾഡ്, അതും നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ധനതത്വശാസ്ത്രം, ഇക്കണോമിക്സ് ആണ്. ഇക്കണോമിക്സും സെയിം തന്നെയാണ്. ഇന്ത്യ, സാമ്പത്തിക രംഗം, അതുപോലെ പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം, ഇത്രയും കാര്യങ്ങളാണ് ഇക്കണോമിക്സിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ. പിന്നെ ഭരണഘടന 8 മാർക്കിനുണ്ട്. 8 മാർക്കിനാണ് ഭരണഘടന. പ്രധാനപ്പെട്ട ഭേദഗതികൾ അവർ എടുത്തു പറയുന്നുണ്ട്. അത് ഡീപ്പായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. ഡീപ്പായിട്ട് പഠിച്ചു വെച്ചേക്കേണ്ട ഭേദഗതികൾ അവർ എടുത്തു പറയുന്നുണ്ട്. പിന്നെ കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്കിനുണ്ടാവും. സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക, സാമ്പത്തിക, വാണിജ്യ, ആസൂത്രണ, അടിസ്ഥാന വിവരങ്ങൾ, ഇതെല്ലാം ഈ പറയുന്ന കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തുള്ളതാണ്. അടുത്ത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 4 മാർക്കിനാണ്. ഭൗതിക ശാസ്ത്രം 3 മാർക്കിനാണ്. അതുപോലെ നമ്മുടെ രസതന്ത്രം 3 മാർക്കിനുണ്ടാവും. കല, കായികം, ഈ പറയുന്നതൊക്കെ സാഹിത്യം, സംസ്കാരം, ഈ സംസ്കാരം ആനുകാലിക വിഷയങ്ങൾക്ക് 10 മാർക്കാണ് കേട്ടോ. കറണ്ട് അഫയേഴ്സിന് എത്ര മാർക്കുണ്ടാവും? 10 മാർക്കാണ് കേട്ടോ. കറണ്ട് അഫയേഴ്സിന് 10 മാർക്കാണ്, അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ മാത്സ് ആണ്, ലഘുഗണിതമാണ്. അതുപോലെ റീസണിങ് 5 മാർക്ക്. ഇംഗ്ലീഷിന് 10 മാർക്കാണ്. ടോട്ടൽ വൊക്കാബുലറിയും കൂടെ ചേർത്ത് 10 മാർക്ക്. പ്രാദേശിക ഭാഷകൾ, അതായത് നമ്മുടെ മലയാളം 10 മാർക്ക് ഉണ്ടാവും. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക്, തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് 9 മാർക്കിനാണ് കേട്ടോ. 9 മാർക്കിനാണ് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ്. 9 മാർക്കിനാണ്. 9 മാർക്ക് വീതമായിട്ടാണുള്ളത്. ഫയർ 9 മാർക്കിനും ഈ ഫസ്റ്റ് എയ്ഡ് 9 മാർക്കിനും ഉണ്ട്. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2 മാർക്കിനും ഉണ്ടാവും. അങ്ങനെ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ ചേർന്നായിരിക്കും ഫയർമാൻ പരീക്ഷയുടെ ടോട്ടൽ ക്വസ്റ്റ്യൻസിൻ്റെ കമ്പോസിഷൻ. അങ്ങനെ ആയിരിക്കും. ഇനി ഇതിനകത്തുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ കഴിയുക എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ഇനി ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ മാത്രമാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്. ഇതിന് പുറമെ ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കുകൾ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഈ പരീക്ഷ എഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.